ചേട്ടായി എന്തുകൊണ്ട് നമ്മുടെ ഗ്ലാഡീസിന് ഒരു നല്ല ആലോചന എനിക്ക് തോന്നുന്നത്. അവർക്ക് പുറത്തുനിന്ന് കേസ് എടുക്കാതെ തന്നെ ഭർത്താവിന്റെ കേസുകൾ മാത്രം ബാധിക്കാം. വിദ്യാഭ്യാസമില്ലെങ്കിൽ സകല അഭ്യാസങ്ങളും അറിയാതെ ചങ്കൂറ്റുള്ള ഒരു ഭർത്താവ്. പോരാത്തിന് ജാതി ഇല്ലാത്ത മാമോദിസ ക്രിസ്ത്യാനിയാവാൻ പോകുന്നു. പിന്നെ എന്താ ഒരു കുറവ്? ചിലപ്പോ നമ്മുടെ കുടുംബക്കാര് ചോദിക്കായിരിക്കും, ചെറുക്കന്റെ അച്ഛൻ നമ്പൂതിരിയല്ലേ എന്ന്. അതിനും പരിഹാരമുണ്ട്. ഏതായാലും വാവ മാമോദിസ മുങ്ങാൻ പോവുകയല്ലേ. കൂട്ടത്തിൽ അച്ഛൻ നമ്പൂരിയെ കൂടെ മുക്കിയെടുത്താൽ ഒറ്റ ചിലവിൽ കാര്യങ്ങൾ നടക്കും. എന്താ നമ്പൂരിയെ, നമുക്കൊന്നും അങ്ങനെ മുങ്ങി. വേണ്ട, നിങ്ങളുടെ കുടുംബത്ത് വന്ന് കയറിയപ്പോ നീയൊക്കെ എന്താ വിചാരിച്ചത്? നിന്റെയൊക്കെ കളിയാക്കൽ കേട്ട് കുരിശും വെട്ടുകാർ മുട്ടുകുത്തി നിൽക്കുമെന്നാ. എന്നെ നീ ഞോണ്ടിക്കോ, എന്റെ അച്ഛനമ്മേനെ ഞോണ്ടിയാണ്ടല്ല മുട്ടുപടക്കി ചങ്ങിരി കേട്ട് ഞാൻ. അത് നിന്റെ വീട്ടിലായാലും ശരി, ഏത് കോടതിയിലായാലും ശരി, വാവ ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തിരിക്കും. എടാടാ, നിന്റെയൊക്കെ കയ്യിലിരിപ്പുണ്ട് ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ എന്തിനാടാ വെള്ളസാരി ഉടുപ്പിക്കണത്? എന്റെ പൊന്നു പെങ്ങന്മാരെ, തല്ലും പിടിയും വേണ്ടെന്ന് പറഞ്ഞ് സമാധാന ചർച്ചയ്ക്ക് വന്നതാ ഞങ്ങള്. അപ്പൊ നിങ്ങളുടെ കെട്ടിയന്മാര് തല്ല് ചൂണ്ടയിട്ട് പിടിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ക്ഷമിച്ചുകള, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ അച്ഛാ. എന്റെ ഏട്ടന്മാര് അങ്ങയോട് വളരെ മോശമായി പെരുമാറിയെന്നറിഞ്ഞു. അവർക്ക് വേണ്ടി ഞാൻ... അതൊന്നും സാരല്ല കുട്ടി, അവർക്ക് ഈ കുടുംബത്തോടുള്ള വഴക്ക് തീർന്നിട്ടില്ല. ആ നിലയ്ക്ക് ഞങ്ങൾ അവിടെ വരാൻ പാടില്ലായിരുന്നു. തിരുമേനി പറഞ്ഞത് ശരിയാ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടാ അങ്ങനെ ഒരു ആലോചനയെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നത്. അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഇനിയിപ്പോ തന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ മരുമകളാക്കാം എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ വീട്ടുകാരുടെ എതിർപ്പ് ഞാൻ കാര്യമാക്കുന്നില്ല. സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അറിവും അവകാശവും എനിക്കുണ്ട്. എന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? നിന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനിക്കാൻ നിനക്ക് അവകാശമുള്ളത് പോലെ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ നിന്റെ കുടുംബക്കാർക്കും അവകാശമുണ്ട്. വലിയ വാചടിക്കാനായിട്ട് വന്നേ. എന്താ? എന്താ?